ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റും. എനിക്ക് എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇനിയുള്ള ദിവസങ്ങൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ഞാൻ ഒരു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കിടക്കും. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്തിൽ ശ്രുതിയും ചന്ദ്രമതിയും ഭയങ്കര സംസാരം. അപ്പോൾ അതിനകത്ത് ചോദിക്കുന്നത്, ശ്രുതിയോട് ചോദിക്കുന്നത്, നിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അക്കൗണ്ടിലൊരു 3 കോടി രൂപയെങ്കിലും കാണുമോ എന്നുള്ള രീതിയിൽ ഒരു സംശയത്തിൻ്റെ ചോദിക്കണം. കാരണം ശ്രുതി ഓപ്പോസിറ്റ് നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാം, എന്നാ ആൻറ്റി ചോദിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് 3 കോടി രൂപ 3 കോടിയെങ്കിലും കാണുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതേ 3 അല്ല ആൻറ്റി 300 കോടി രൂപ. അതായത് എന്ത് പറയണമെന്ന് അറിയത്തില്ല, പക്ഷേ പറയാം 300 കോടി. 300 കോടിയോ? അപ്പോൾ ചന്ദ്രമതി കേട്ടിട്ട് 300 കോടി, 300 കോടി, 300 കോടിയല്ലേ, ശരി ശരി എന്ന് പറഞ്ഞിട്ട് അപ്പം ചന്ദ്രമതി ആകാശത്താണോ താഴെയാണോ നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ അങ്ങനെ നടന്നു പോവുക. അതാണെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ കണ്ടിട്ട്, എന്താ ചന്ദ്രമതി ഇങ്ങനെ നിനക്കെന്നെ അന്തം വിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതേ ചേട്ടാ, നമ്മുടെ ശ്രുതിയുടെ അക്കൗണ്ടില്ലേ, ശ്രുതിയുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ 300 കോടി രൂപയുണ്ട്. 300 കോടിയോ? അതെ 300 കോടി. 300 കോടി രൂപയുണ്ട്. അപ്പോൾ അതിന് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അല്ല, ഈ 300 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് 300 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ വീട്ടിൽ വരേണ്ട കാശല്ലേ ചോദിക്കും. നമ്മുടെ വീട്ടിൽ അങ്ങനെ വരുന്നില്ല, നീ പറഞ്ഞ് മനസ്സിലായിരുന്നു. അതായത് 300 കോടി ശ്രുതിയുടെ അച്ഛൻ്റെ ആ ക്യാഷ് ശ്രുതിയുടെ അച്ഛൻ്റെ കാലശേഷം ആർക്ക് കിട്ടും? ശ്രുതിക്ക് കിട്ടും. ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്താരാ? എൻ്റെ മകൻ ശ്രുതി. അങ്ങനെ ആ ക്യാഷ് കിട്ടുന്ന പറഞ്ഞ രവീന്ദ്രൻ പറയാം, നീ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടരുത്. കാരണം എന്ന് കഴിഞ്ഞാൽ ഒരാളുടെ ക്യാഷ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് അവകാശപ്പെട്ട, നമുക്ക് അവകാശപ്പെട്ട, അവർ സമ്പാദിക്കുന്ന വല്ലവൻ്റെ കാശ് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അത് കൂടാതെ ഈ 300 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെറും പൂജ്യങ്ങൾ മാത്രമാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വെറും അക്കങ്ങൾ മാത്രമാണ്. നമുക്ക് പൈസയെക്കാട്ടും കൂടുതലായിട്ടുള്ള കുറേ സന്തോഷങ്ങളും കാര്യങ്ങളും നമ്മൾ പൈസ ഇല്ലെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ അത് നീ തിരിച്ചറിയുന്നില്ല. നീ തിരിച്ചറിയുന്ന സമയത്ത് നിൻ്റെ ജീവിതം ഉണ്ടാകത്തില്ല. നമ്മൾ പൈസ വരും അല്ലെങ്കിൽ പൈസ ആണ് വലുതെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ജീവിക്കേണ്ടതായിട്ടുള്ള ലൈഫ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ല. നമ്മൾ ആ സമയത്ത് പൈസ വരും എന്നുള്ള രീതിയിൽ മുമ്പോട്ടുള്ള രീതി ചിന്തിച്ച് ആവശ്യമില്ലാത്ത കടമൊക്കെ മേടിച്ച് നമ്മുടെ ജീവൻ ഇല്ലാതാകത്തുള്ളൂ എന്ന് പറയുന്നത്. ഉടനെ ഛത്രപതി പറയുന്നുണ്ട്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല. എന്നിട്ട് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞിട്ട് പോയി, ഈ ചേട്ടന് വേറെ പണിയൊന്നുമില്ല, കാരണം ഇയാളുടെ അക്കൗണ്ട് ഒരു 0 ബാലൻസാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മേലോട്ടൊക്കെ നോക്കിയിട്ട് പറയാം, 300 കോടി രൂപ, എൻ്റെ വീട്ടിൽ വരേണ്ട കാശാണ് 300 കോടി രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന ഒരു സീനാണ് നമ്മുടെ ചന്ദ്രത്തിൽ കിടന്നത്. അടുത്ത് നമ്മുടെ ആൻ്റണിയുടെ ജോലി സ്ഥലത്താണ്. അതായത് ആൻ്റണിയുടെ ഓഫീസിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും മീര അവിടെ ചെന്നിട്ട് ചോദിക്കുക, ആൻ്റണി ഒരു കാര്യം പറയട്ടെ, കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് എങ്ങനെയും നവീൻ ദാസിനെ നീ ഒന്ന് ഒതുക്കി തരണം, അത് ഭയങ്കര ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നടക്കത്തില്ലല്ലോ ശ്രുതി, കാരണം എനിക്ക് വീഡിയോ വേണം, വീഡിയോ വന്നാൽ മാത്രമേ ഇതിൻ്റെ അത് എന്തെങ്കിലും നടപടി ഉണ്ടാകത്തുള്ളൂ. അതല്ല ആൻ്റണി, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീരയുടെ വീട്ടിൽ വരെ പോയി, വീടിൻ്റെ അവിടെ പോയി വന്നിട്ട് വീടിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, പൈസ ഉടനെ എത്തിച്ചില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആവശ്യമില്ലാതൊക്കെ പറയും, ഇതാണെന്നൊക്കെ പറഞ്ഞു ഉടനെ എന്നിട്ട് മീരയും പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം നിനക്ക് വീഡിയോ എടുത്ത് തരാമല്ലോ എന്ന് പറയും. അത് നടക്കത്തില്ല. കാരണം കഴിഞ്ഞാൽ ഈ പൈസ അല്ല, വീഡിയോ എടുത്ത് തരുന്ന സ്പോട്ടിൽ ഞാൻ ആൻ്റണിയെ പോക്കും, അല്ലാതെ ഇതിനകത്തൊരു നടപടിയില്ല. കാരണം ആദ്യം ആൻ്റണി ശ്രുതി ഫോൺ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുന്നു ആൻ്റണിക്ക്, നിനക്ക് എന്നാ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോൺ എടുക്കാൻ പറ്റില്ല, എൻ്റെ പാസ്വേഡ് എടുത്തില്ലേ? പാസ്വേഡൊക്കെ എനിക്കറിയാം, പാസ്വേഡൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സാഹചര്യം കിട്ടില്ല. ആ ഒരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത്. പക്ഷേ എന്താണെങ്കിലും ഇന്ന് തന്നെ എടുക്കും, ഒരു ദിവസം കൂടെ സമയം എന്താ, കാരണം അവൻ വെള്ളം അടിക്കുന്നത് കൊണ്ട് ഫോൺ എവിടെയെങ്കിലും മറന്നു വെക്കാനോ അല്ലെങ്കിൽ മാറ്റി വെക്കാനോ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് നിനക്ക് അയച്ചു തരാം, ഇന്നൊരു ദിവസം കൂടെ സമയം എന്താ. പക്ഷേ പെട്ടെന്ന് തന്നെ നവീൻ ദാസിൻ്റെ കാര്യത്തിൽ തീരുമാനം എത്തിക്കണം. നീ ഉടനെ ആൻ്റണി പറയാം, നീ വീഡിയോ എടുത്ത് തരുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ അവനെ പൊക്കിയിരിക്കും, ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറയുന്നൊരു സീനാണ് നമ്മളവിടെ കാണുന്നത്. അടുത്തായി കാണിക്കാൻ നമ്മുടെ ശ്രുതിയുടെ ഷോറൂമിലാണ്. അപ്പോൾ അവർ
ശ്രുതിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റേ എൻ്റെ കൂട്ടുകാരൻ കയറി വന്നിട്ട് ഹായ് ബ്രോ എന്നോട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇരിക്കും ബ്രോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയായി നമ്മുടെ ഡീലർഷിപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയാം എടാ ഞാൻ നിൻ്റെ ഷോറൂമിൽ കയറി വന്നൊരു സുഹൃത്താണ് നിൻ്റെ സുഹൃത്താണ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കുന്നുണ്ടെന്നൊരു മര്യാദയ്ക്ക് ഇങ്ങനെ ചോദിക്കത്തില്ലടാ ചോദിക്കുമ്പോഴത്തേക്ക് അതല്ല ബ്രോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും ഒരു ചായക്കട ഇല്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്തെങ്കിലും ചായ അല്ലെങ്കിൽ റെഡിയാക്കി തന്നേനെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല നിനക്ക് പറ്റത്തില്ല നിന്നെ നമുക്കറിയാമല്ലോ എന്നുള്ള രീതി പുള്ളി പറയാം അതുപോലെ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി കാര്യങ്ങൾ ഇതേ ഈ ഇത് നമ്മുടെ കൂട്ടുകാരാണ് ഇയാൾക്ക് നമ്മുടെ മുംബൈയിൽ ഒരു ലീഡോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് വലിയ കമ്പനിയാണ് ഇതുപോലുള്ള ഷോറൂമാണ് അപ്പോൾ ഇതുപോലെ നല്ല വലിയ ഷോറൂമാണ് അപ്പോൾ അവിടുത്തെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഒരു ഡീലർമാരെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഇയാളുടെ കൂട്ടുകാരൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആളുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് ഓണർ അപ്പം അത്ര കമ്മിറ്റ്മെൻ്റായിട്ട് നിൽക്കുന്ന ആ ഓണർ അല്ല കൂട്ടുകാരനുമായിട്ടുള്ള സംസാരിച്ച് നമുക്ക് ഒരു ഡീലർഷിപ്പ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ ശരിയാ കൊള്ളാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് ചോദിക്കും അതിന് വലിയ ക്യാഷൊക്കെ മുടക്കണ്ടേ എന്നുള്ള രീതി ശ്രുതി ചോദിക്കുമ്പോഴത്തേക്ക് കാശ് മുടക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കൂട്ടുകാരൻ ഇതിന് കാശൊന്നും മുടക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ ഇച്ചിരി സ്റ്റാറ്റസ് ഉള്ളവരാണെന്ന് നമ്മളവിടെ കാണിക്കണം അത് കാണിക്കാൻ എല്ലാവരും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയും നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞു വെച്ചെന്ന് നീ ഭയങ്കര റിച്ചാണ് നിനക്ക് 7 ഡിഗ്രി ഉണ്ടെന്ന് പറയാം അത് സത്യമുള്ള കാര്യമല്ലെന്ന് പറയാം ഒന്ന് പറയാം അതല്ല അത് കൂടാതെ നിൻ്റെ അനിയൻ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് അവനൊരു 50 കാറുണ്ട് അതുകൂടാതെ ഇളയ അനിയന് ഒരു സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ദൈവമേ ഇതൊക്കെ ഒരു അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാം പൊളിയും കാരണം എൻ്റെ ഡിഗ്രി മാത്രമാണ് സത്യമായിട്ടുള്ള കാര്യം ബാക്കിയെല്ലാം പൊളിയാണ് എൻ്റെ അച്ഛനൊരു ബസ് ഡ്രൈവർ അവിടെയാണ് ഒരു പൈസ പോലും ഇല്ല പിന്നെ ഒരു പൈസ പോലും അക്കൗണ്ടിലില്ല ഒന്നിനുമില്ല പിന്നെ എങ്ങനെ ഇതൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞു ഉടനെ മറ്റു പുള്ളിക്കാരും പറയാം എടാ ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല വേറെ ഒന്നുമല്ല കാരണം അവർ നിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അന്വേഷിച്ച് വരത്തില്ല നിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട കാര്യം അവർക്കില്ല പക്ഷെ അത് പറഞ്ഞൊന്ന് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അത് മാത്രമേ ഉടനെ ശ്രുതി പറയും ഈ ശ്രുതിക്ക് കള്ളത്തരം പറഞ്ഞ് ഇഷ്ടമല്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണെന്ന് പറഞ്ഞാൽ അത് ഹോണസ്റ്റായിട്ടിരിക്കണം എന്ന് എപ്പോഴും ശ്രുതി പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ചെറിയ കള്ളമല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി തന്നെ പറയും അത് സാരമില്ല നമ്മൾ നല്ലൊരു കാര്യത്തിനല്ലേ അത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഈ വലിയ വലിയ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കള്ളത്തരം പറയുന്നൊരു വിഷയം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിലാണ് വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ പുള്ളിക്കാരൻ പറയും അതന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ടല്ല അന്താളിച്ച് നിൽക്കുക അതായത് ഈ അറിയാണ്ട് വായന വീണതാണെങ്കിൽ പോലും ശ്രുതി പറയുവാണ് അത് വേറൊന്നുമല്ല പല കള്ളത്തരം കാണിച്ചിട്ട് പിടിക്കപ്പെട്ടവരെയും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിട്ട് പോലും പിടിക്കപ്പെട്ടവരെ നമ്മൾ ഒരുപാട് നമുക്ക് പരിചയമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ് അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയാം അണ്ണൻ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല ഇത് എന്താണ് നമുക്ക് ഡീലർഷിപ്പ് നടത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മളോട് അപ്പോൾ തന്നെ ശ്രുതി ആനന്ദിനോട് ചോദിക്കും ആനന്ദ് ബ്രോ എന്താ നമ്മുടെ ഡീലർഷിപ്പിൻ്റെ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് നടക്കുമോ നടപടി വല്ല കേസുകളാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എടോ ഇതിപ്പം കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പം നമ്മുടെ ഓണർ ഈ നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് അപ്പം പുള്ളിയെ നമുക്കൊന്ന് പൈസ ഒന്നും കൊടുക്കണ്ട പക്ഷെ പുള്ളി ഒന്ന് നല്ല ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കാര്യങ്ങൾ നടത്തും പുള്ളി അങ്ങനെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്താൽ മാത്രം മതി ട്രീറ്റ് ചെയ്യണമെങ്കിൽ വലിയ കാശൊക്കെ ആകത്തില്ലേ അതങ്ങനെ നടപടി വന്നത് ഉടനെ ആനന്ദ് പറയുക അതായത് ചെറിയ മീനെ ഇട്ട് വലിയ മീനെ പിടിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അതുപോലെ നിങ്ങൾ ചെറിയ മീനെ ഇട്ട് പിടിക്കാനുള്ള രീതി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഡീലർഷിപ്പും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല ഇതൊക്കെ രക്ഷപ്പെടാൻ കിട്ടിയൊരു സമയമാണ് രക്ഷപ്പെടാൻ കിട്ടിയ ചാൻസ് ഉണ്ട് അത് മാക്സിമം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഉടനെ പറയാം അപ്പം അത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാം കുഴപ്പമില്ല എന്തെങ്കിലും നമുക്ക് നടപടിയുള്ള കേസ് നോക്കാം എന്നാണ് പറഞ്ഞാൽ ശ്രുതിയും നമ്മൾ സംസാരിച്ചിട്ട് പറയാം എന്തെങ്കിലും നടപടിയുള്ള കേസ് ചെയ്യാന്നുള്ള രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ എന്നിട്ട് പറയുക ഓക്കെ ബ്രോ ഞാനൊന്ന് പോവുക മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എഴുതുന്നുണ്ട് അപ്പം വെഡിങ് ആനിവേഴ്സറി നമുക്കിത് സെറ്റ് ചെയ്ത് തരുമ്പോൾ അത് നല്ല പരിപാടിയാണ് വെഡിങ് ആനിവേഴ്സറി ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരുമല്ലോ അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആനന്ദ് അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ശ്രുതിയും സംസാരിക്കുകയാണ് നമുക്ക് ഇപ്പം വെഡിങ് ആനിവേഴ്സറി അവരെ വിളിച്ച് കഴിഞ്ഞ് വേറെ വിഷയം ഉണ്ടാകും കാരണം അതായത് വിളിക്കുമ്പോഴത്തേക്ക് ഓണറിനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും
വർഷയും ശ്രീകാന്ത് നല്ല വരുക ഇവരൊക്കെ കാണാൻ വലിയ ലക്ഷറി ലുക്കൊന്നുമില്ല. മാത്രമല്ല ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യാവസ്ഥ വിളിച്ച് പറയുകയും ചെയ്യും. ഇവർ ഒരിക്കലും ഈ ഈ കുടുംബത്തിലെ വലിയ റിച്ചായ കുടുംബത്തിലെ അംഗമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയും. ഇവരുടേതായിട്ടുള്ള പ്രത്യേകത എല്ലാം ഇവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷയമാകും. പിന്നെ നമുക്ക് ആ ഡീലർഷിപ്പൊന്നും കിട്ടത്തില്ല എന്ന് പറയും. പിന്നെന്ത് ചെയ്യും? ഇവരെ കണ്ടു കഴിഞ്ഞാലും ലുക്കില്ലോ ഒന്നുമില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ഐഡിയ ഉണ്ട് ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്ക്. എന്നാ സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു രഹസ്യങ്ങളാണ് പറയുന്നത്. കുറേ രഹസ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശ്രുതി പറയും അത് കൊള്ളാം, അത് സൂപ്പർ ഐഡിയ ആണ്, കുഴപ്പമില്ല, നമുക്ക് നടത്തിയേക്കാം, നല്ല ഐഡിയ, സൂപ്പർ ഐഡിയ എന്ന് പറയാം. അങ്ങനെ അന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ട് മാറുന്നിട്ട് പറയാം ഈ പാർട്ടിയിൽ എന്താണെങ്കിലും സച്ചി വരും. സച്ചി വന്നിട്ട് നന്നായിട്ട് കുടിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫോൺ എടുക്കണം, ഫോൺ എടുത്ത് അടിച്ചു മാറ്റി കൊടുത്തേക്കണം എന്നുള്ള ഇത് പറയണം. അങ്ങനെ സച്ചി പറയുവാണ് സച്ചി ഇങ്ങനെ അല്ല സച്ചിയല്ല ശ്രുതി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ ഈ പാർട്ടിക്ക് ഫാമിലി ഫുള്ളുണ്ട്, പക്ഷേ എന്തോ വലിയ രീതിയിലുള്ള പ്ലാനാണ് നമ്മുടെ ശ്രുതി നടത്തിയേക്കുന്നത്. അതിൽ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ഫോൺ അടിച്ചു മാറ്റുക, പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഓണറുമായിട്ടുള്ള ഡീലർഷിപ്പ് നടത്തുക എന്നുള്ളതൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതിക്ക് രക്ഷപ്പെടണമല്ലോ, കാരണം നവീൻ ദാസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം. അപ്പം അതിന് വീഡിയോ എടുത്ത് ആൻ്റണിക്ക് കൊടുത്താലേ പറ്റൂ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമ്മൾ ശ്രുതിയുടെ ഷോറൂമിൽ ശ്രുതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്നു. അപ്പം എങ്ങനെയാണ് പരിപാടി നോക്കാൻ വേണ്ടിയാണ്. കാരണം ഇവർ പറയുന്നുണ്ട് നാളെ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. ശ്രുതി പറയുന്നുണ്ട് എന്താ പ്രത്യേകത, നിങ്ങൾക്ക് വല്ല അറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് പ്രത്യേകത, നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയിട്ട് 100 ദിവസമായില്ലേ എന്ന് ഉള്ള രീതിയിൽ സച്ച് ചോദിക്കും. 100 ദിവസം അതാണോ ഉടനെ ശ്രുതി അങ്ങോട്ട് നോക്കുക, ആണോ ഉടനെ ശ്രുതി പറയാം അതെ എന്ന് പറയാം. അത് കഴിഞ്ഞ രവീന്ദ്രൻ പറയുവാണ് നിനക്ക് പോലും അറിയത്തില്ല, നീ ഒരു ബിസിനസ്സുമായിട്ട് നിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് 100 ദിവസമായി എന്നുള്ളത് കാര്യം നിനക്ക് പോലും അറിയത്തില്ല, നീ എന്തൊരു ബിസിനസ്മാനാടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും. ഉടനെ ചന്ദ്രമതി ഇടയ്ക്ക് ചാടുക. ചന്ദ്രമതി ചോദിക്കുക അതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നതാണ് ഈ അവനും അവൻ്റെ ഭാര്യയുടെയും പ്രത്യേകത എന്നുള്ള ഈ ശ്രുതിയുടെ കാര്യം സച്ചിയുടെ കാര്യം പറയും. ഉടനെ സച്ചിനെ അങ്ങനെ പൊള്ളിച്ച് പറയുമ്പോഴത്തേക്ക് രേവതി ഇടയ്ക്ക് ചാടുക. അമ്മ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, സച്ചിയേട്ടൻ അത് ഓർത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് അമ്മയുടെ കാര്യമാണ്, അമ്മയാണ് അത് ഒക്കെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, സച്ചേട്ടൻ്റെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തിരുന്നത് വലിയ കുറ്റമാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കണ്ടോ തറുതല പറയുന്നുണ്ടോ എന്ന് ചന്ദ്രമതി പറയുക. അണ്ണ രവീന്ദ്രൻ പറയുക അവന് തറുതല പറഞ്ഞത് എന്ത് തെറ്റ്, നീ ഇതെല്ലാം തുടക്കം വെച്ച്, കാരണം മറ്റുള്ളവരുടെ കാര്യത്തിന് ഇടപെടുക എന്നുള്ളത് അത് പണ്ട് തൊട്ടേ ഉള്ളത്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ചെയ്യുന്നു പറയുന്നത് ഇപ്പോൾ സച്ചിയും രേവതി അവിടെ പോകുന്നു, എങ്ങനെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ഒരു സ്വഭാവം കാണിക്കുന്നത് നീ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും ഇവിടെ കാണിക്കുന്നില്ല, നിനക്ക് മാത്രം അതിൻ്റെ കാര്യം എന്നുള്ള ഇതിൽ പറഞ്ഞ് അങ്ങനെ അടിച്ച് ഇരുത്തുന്നുണ്ട്. അപ്പം വേറെന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം അത് വേറൊരു പ്രത്യേകത എന്ന് ശ്രുതി പറയാം. വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ശ്രീകാന്ത് പറയാം അതിവിടെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് ചോദിച്ചു. അതെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ അപ്പം ഉടനെ സച്ചി എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടും ആണോടാ, നിങ്ങൾ രണ്ട് ഫ്രോഡുകളും ഒന്നിച്ച് ദിവസമാണോ നാളെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുക സച്ചി ആവശ്യമില്ലാത്ത മിണ്ടരുത്, ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത്, നിനക്കിത് ഞങ്ങളെ കളിയാക്കുമെന്നുള്ള ഇച്ചിരി അല്ല ഞങ്ങളാക്കി പറയുക എന്നുള്ളത് ഇച്ചിരി കൂടുതലാണെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ഞാനൊന്നും മിണ്ടുന്നില്ല എന്നുള്ള ഇത് പറയുക. അത് കഴിഞ്ഞ് ഉടനെ പറയാം ശരിയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറയും, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അതുകൊണ്ട് ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് പരിപാടി നടത്തുന്നുണ്ട്, അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം അവിടെ. അതുകൂടാതെ ഒരു ബിസിനസ് മീറ്റിംഗ് കൂടെ ചേർന്നാണ് ഇതിൻ്റെ നമ്മളൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് വലിയ സ്റ്റാർ ഹോട്ടൽ വെച്ച് നടത്തുന്നുണ്ട്, ഒരുപാട് പേര് അവിടെ കടന്നു വരും, അപ്പോൾ എല്ലാവരും കാണും, അപ്പോൾ നമ്മളും ഫാമിലിയോടെ കാണണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മാത്രം നിൻ്റെ കാശ് എവിടെയാണ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി എന്നുള്ള, നീ ഇനിയിപ്പം വല്ലയിടത്തും കടമൊക്കെ മേടിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുക സച്ചി ആവശ്യമില്ലാതെ പറയുന്നത് ഞങ്ങളത് നടത്താൻ വേണ്ടിയുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങളുടെ ഉണ്ട്, നീ അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ട എന്ന് പറയുക. ഉടനെ സച്ചി പറയുക എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ നടത്തിയാൽ മാത്രം മതി, കാരണം നമ്മൾ ചുമ്മാ കട ഒന്നും മേടിച്ച് കൂട്ടരുന്നുള്ള രീതിയിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എന്ന് പറയുക. അതൊന്നും ഇല്ല എന്ന് ശ്രുതി പറയാം, അതൊന്നും ഇല്ല. ഈ മീറ്റിങ്ങിൽ അതായത് 100 days ആയിട്ടുള്ള ദിനവും പിന്നെ വെഡിങ് ആനിവേഴ്സറി കൊണ്ട് ചേർത്താണ് ചെയ്യുന്നത്. കൂടാതെ ഈ ലീഡോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു കമ്പനി നമ്മുടെ മുംബൈയിലുണ്ട്, അതിൻ്റെ ഓണർ വരുന്നുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള പരിപാടി നടത്തുന്ന പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുക അങ്ങനെ തന്നെ പരിപാടി നടത്തുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുക നല്ലതാണ്, കാരണം ശ്രുതിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വലിയ ആൾക്കാരൊക്കെ വരും, ശ്രുതി എന്ന് പറയുമ്പോൾ വലിയ ഫാമിലിയുള്ള ആളല്ലേ, അപ്പം മറ്റുള്ളവരെ പോലെ അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്
സച്ചി പിന്നെ ശ്രുതി പിന്നെ രേവതി പറയുക, അമ്മയ്ക്ക് ശ്രുതി ചേച്ചിയെക്കുറിച്ച് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കാശില്ല, ഞങ്ങളുടെ വരുമാനം എത്രയാണ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയാം. മാത്രമല്ല അമ്മ ഞങ്ങളുടെ കണക്ക് പിള്ളയൊന്നുമല്ലോ. കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ ചെറിയ രീതിയിൽ ജീവിച്ചു പൊക്കോളാം, നിങ്ങൾ നിങ്ങളുടെ രീതി വലിയ രീതിയിൽ ജീവിച്ചോ എന്നുള്ള രീതിയിൽ രേവതി തിരിച്ച് പറയുന്നുണ്ട്. ഉടനെ പിന്നെ ശ്രുതി പറയുക ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ഹോട്ടൽ. ആ ഹോട്ടലിൽ വലിയ ആൾക്കാരൊക്കെ വരും. അപ്പം നമ്മൾ ഫാമിലിയായിട്ട് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അപ്പം നീ ചെറിയ ഒരു ഉദ്ദേശമല്ല, വലിയ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് അല്ലേ? ശരി, എന്തായാലും കുഴപ്പമില്ല, നടത്താം. അപ്പോൾ അത് എവിടെയാണെന്ന് പറയാം. അപ്പം റോയൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലെന്ന് പറയും. അതെവിടെ റോയൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നെ ശ്രുതി പറയുക, ഇതേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛന് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയാം. അപ്പം അച്ഛൻ അറിയാത്ത പോലെ, അപ്പോൾ അച്ഛനും മോനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അതായത് അടി കിട്ടിയ പോലെ ആണ് രവീന്ദ്രൻ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന രണ്ടുപേരും അന്താളിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അതിനാൽ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കരുത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് എല്ലാ വിശേഷങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതിനാൽ കൂടുതലായിട്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു. ടാറ്റ.